ഇസ്രയേൽ വെടിനിർത്തലിന് വഴങ്ങാത്തത് കൊണ്ടാണ് ബന്ദികളെ വിട്ടുകൊടുക്കാത്തതെന്നുള്ള രീതിയിലാണ് ഹമാസിൻ്റെ ഒരു നിലപാട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു ഇസ്രയേൽ വേണ്ടത്ര ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നില്ലെന്ന്. ശരിയാണോ അതൊക്കെ? അത് വസ്തുതയല്ല. കാരണം മിനിഞ്ഞാന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു വീഡിയോ എക്സിൽ ഇറങ്ങി. കഷ്ടിച്ച് 3 മിനിറ്റുള്ള ഒരു വീഡിയോ. അതിൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഡേറ്റ് സഹിതം എടുത്തു പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 27-ാം തീയതി ആൻ്റണി ബ്ലിങ്കൻ ഹമാസിനെ അറിയിച്ചു ഇസ്രായേൽ സമാധാനത്തിന് തയ്യാറാണ്, അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, അത് നിങ്ങൾ സമ്മതിക്കണം. ഹമാസ് അതിന് തയ്യാറായില്ല. മെയ് മാസത്തിൽ വീണ്ടും ആൻ്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രായേൽ ഫർദർ ഇറങ്ങി വരാൻ തയ്യാറാണ്, ഞങ്ങൾ സംസാരിച്ചു, നിങ്ങൾ തയ്യാറാണോ? ഹമാസ് തയ്യാറായില്ല. ഓഗസ്റ്റിൽ പല തവണ അമേരിക്ക ഹമാസിനോട് സംസാരിച്ചു. കാരണം ഇസ്രായേൽ ഹമാസിനോട് സംസാരിക്കില്ല, അവർ അംഗീകരിക്കുന്നില്ല ഹമാസുമായിട്ടുള്ള സംസാരം. ബട്ട് അമേരിക്ക സംസാരിക്കുന്നു. ഈ ഹമാസ് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, 8 ബന്ദികളെ ഹമാസ് വെടിവെച്ച് കൊന്നു. ഓഗസ്റ്റ് മാസത്തിൽ 8 ബന്ദികളെ തിരിച്ചു നിർത്തി പുറകിൽ നിന്ന് തലയ്ക്ക് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഹമാസ്. ഇതാണ് ഹമാസിന് സമാധാനത്തിലുള്ള താല്പര്യം. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇസ്രായേൽ സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ സഹകരിക്കുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹു ആണ് എല്ലാത്തിനും തടസ്സം. ഇസ്രായേലിലെ മറ്റുള്ളവരെല്ലാം ഇതിന് സമ്മതിക്കുന്നവരാണ്, ഈ ഒരൊറ്റ ആളൊടക്കാണ് എന്നൊക്കെ പറയുന്നു. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. സമാധാനം എന്നുള്ള വാക്കിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്തോറും അവർ ബന്ദികളെ കൊല്ലുന്നു. ഞങ്ങളെന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഈ യുദ്ധം തുടരുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അതിൽ ഈ ഡേറ്റുകളെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. ഏപ്രിൽ 27 മുതൽ ഓഗസ്റ്റ് 16-17 വരെയുള്ള സംഭവങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ. ഇപ്പോൾ ഒരു രീതിയിലും ഹമാസ് വിട്ടുകൊടുക്കില്ല എന്ന് ഹമാസും, അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ല എന്ന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എത്ര ബന്ദികളാണ് ഹമാസിൻ്റെ കയ്യിലുള്ളതെന്ന് അറിയില്ല, എത്ര പേര് സുഖമില്ലാതെ മരിച്ചു എന്നുള്ളത് അറിയില്ല, എത്ര പേര് പട്ടിണിയായി മരിച്ചു എന്നുള്ളത് അറിയില്ല, ഒന്നും അറിയില്ല. ഒരു ഡാറ്റ ഇസ്രായേലിൻ്റെ കയ്യിലില്ല, ലോകരാജ്യങ്ങളുടെ കയ്യിലില്ല. ഹമാസ് അത് പുറത്തുവിടാനും തയ്യാറല്ല. അപ്പോൾ പിന്നെ ഈ ഹിന്ദിയിൽ പറയുന്ന പോലെ ആർപ്പാർക്കിലിട ഈ തീരുമ്പോൾ തീരുന്ന ഒരു യുദ്ധം. അതിൽ ഹമാസ് ഏകദേശം ശവതുല്യമായി കഴിഞ്ഞു. എന്നിട്ടും ഹമാസ് പിന്നെയും ഇതുപോലെ അവിടെ എവിടെയും ചില്ലറ ബോംബും, അവരുടെ കയ്യിൽ ഈ ബന്ദികളുണ്ട്, അവരെ കുറേശ്ശെയായിട്ട് കൊന്നു തീർക്കുക, ഇതൊക്കെയാണ് ഹമാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എന്ത് ചെയ്യും ഇസ്രായേലിന് വേറൊരു വഴിയില്ല. ഇസ്രായേൽ സമ്പൂർണ്ണമായിട്ട് ഹമാസിന് കീഴടങ്ങിയിട്ട് ഭരണവും ഹമാസിനെ കൈമാറിയിട്ട് അവരുടെ ചേലയായിട്ട് കഴിയണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. അത് ഇസ്രായേൽ ചെയ്യില്ല. അപ്പോൾ ഇപ്പോഴെന്നല്ല, എന്നും സമാധാനത്തിന് വിരുദ്ധമായിട്ട് നിന്നത് ഹമാസാണ്. സമാധാനം അവരെ ആഗ്രഹിക്കുന്നില്ല, ലോക സമാധാനം പോലും അവരെ ആഗ്രഹിക്കുന്നില്ല. അവരുടെയോ പോട്ടെ, മറ്റുള്ളവരുടെ സമാധാനം കൂടെ കെടുത്തുക എന്നുള്ളതാണ് ഹമാസിൻ്റെ അജണ്ട. ഒരു നിവൃത്തിയുമില്ല, വെടിവെച്ച് കൊന്ന് തീർക്കുക അല്ലാതെ വേറെ ഒരു മാർഗവും ഹമാസിൻ്റെ അടുത്ത് ചിലവാകില്ല. അതാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു മാറി എന്ന് വയ്ക്കുക, വേണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മീഡിയ വണ്ണിനും മാധ്യമത്തിനുമൊക്കെ ആഘോഷിക്കാം എന്നുള്ളതല്ലാതെ, ഈ ബെഞ്ചമിൻ നെതന്യാഹു മാറിക്കഴിഞ്ഞാൽ ഇതിലും കടുപ്പപ്പെട്ട ആളായിരിക്കും വരാൻ പോകുന്നത്. അതും ലോകരാജ്യങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇതിലും വഷളാവും കാര്യം. ഇപ്പോൾ അവിടെ ഒരു കൂട്ടുകക്ഷി ഭരണമാണ് നിൽക്കുന്നത്. വലതുപക്ഷ ഭാഗത്തെ അല്ല തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ഈ വെടിനിർത്തൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നു. അതിന് വഴങ്ങിയിട്ടാണ് ഇദ്ദേഹം വെടിനിർത്തൽ നടത്താത്തതെന്ന് പറയുന്നു. മാത്രമല്ല, ഈ ഹമാസ് ആവശ്യപ്പെടുന്ന ഒരു വെടിനിർത്തൽ നടത്തിയാൽ ഈ ഈജിപ്റ്റ് ഗാസ അതിർത്തിയുടെ അവർക്ക് ആയുധങ്ങൾ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന് സായുധ ശേഖരം വർദ്ധിപ്പിക്കാനൊക്കെ ശ്രമം നടത്താം. ഇതിനകത്ത് വാസ്തവമുണ്ടോ? ഉണ്ട്. ഒന്ന്, ഈ വലതുപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന കുറച്ച് ഹമാസിൻ്റെ അടുത്ത് വളരെ റഫായിട്ട് മാത്രം പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നൊരു ഗ്രൂപ്പുണ്ട്. അവരുടെയും കൂടെ സപ്പോർട്ടോടെയാണ് നെതന്യാഹുവിൻ്റെ സർക്കാർ നയിക്കുന്നത്.
അവർ സപ്പോർട്ട് പിൻവലിച്ചു എന്ന് വയ്ക്കുക, നെതന്യാഹു പിക്ചറിൽ നിന്നില്ലാതെ പോകും. പോയാലുള്ള കുഴപ്പം അതിലും കടുപ്പപ്പെട്ട ആൾക്കാരായിരിക്കും അധികാരത്തിൽ വരുന്നത്. ഇത് നെതന്യാഹുവിന് ബൈ ഡിഫോൾട്ട് കിട്ടുന്നൊരു അഡ്വാൻറ്റേജാണ്. നെതന്യാഹുവിനെ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല എന്ന് വയ്ക്കുക, നെതന്യാഹുവിനെ മാറ്റി വരാൻ പോകുന്ന ആരാ? നെതന്യാഹുവിൻ്റെ ചേട്ടനാണ്. അപ്പോൾ അതിലും ഭേദം നെതന്യാഹു തന്നെയല്ലേ എന്നൊരു ചോദ്യം. പിന്നെ ഇസ്രായേൽ പറയുന്നത് ടെക്നിക്കലി ന്യായമായൊരു കാര്യമാണ്. ഹമാസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയല്ല, അവർ ഒരു തീവ്രവാദ ഗ്രൂപ്പാണ്. അവർ ഇസ്രായേലിൽ അതിക്രമം കാണിച്ചു, അവരെ ഞങ്ങൾ അതുപോലെ നേരിടുന്നു. അമേരിക്ക ഇപ്പോൾ പറയുന്ന പോലെ ഹമാസുമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ അമേരിക്ക ISIS-ഉമായിട്ട് ചർച്ച ചെയ്യുമോ, താലിബാനുമായിട്ട് ചർച്ച ചെയ്യുമോ, അൽ-ഖയ്ദയുമായിട്ട് ചർച്ച ചെയ്യുമോ? അൽ-ഖയ്ദയുമായിട്ട് ചർച്ച ചെയ്തിട്ടാണോ അമേരിക്ക ബിൻ ലാദനെ പിടിച്ചു കെട്ടിയത്? അല്ലല്ലോ, ഒരു ചർച്ചയും അമേരിക്ക നടത്തിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഇസ്രായേലിനോട് മാത്രം ഈ തീവ്രവാദികളോട് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു ന്യായം ലോകരാജ്യങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. ഈ തീവ്രവാദ ഗ്രൂപ്പിനോട് ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ UAPA നിയമം അനുസരിച്ച് നിരോധിക്കപ്പെട്ട സംഘടനകൾ ഏറെയുണ്ട്. 10, 16, 22 സംഘടനകളും മറ്റും ഉണ്ട്. ഇവരുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാൻ പറ്റുമോ? എന്താ നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? നിങ്ങളെ വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് ചർച്ച ചെയ്യാനാണ്? ഇവർക്ക് ജനപിന്തുണയുമില്ല. ഒരു ചെറിയൊരു ഗ്രൂപ്പ് അവിടെ ഇവിടെയൊക്കെ ബോംബ് വെച്ച് ആധിപത്യം നേടുന്നു, അവരെ ഭയന്നിട്ട് മറ്റുള്ളവർ അടങ്ങിയിരിക്കുന്നു, അവർ പറയുന്നത് കേൾക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പം ഇങ്ങനെയുള്ള ഗ്രൂപ്പുമായിട്ടൊന്നും ചർച്ച ചെയ്യാനേ പറ്റില്ല. ഈ ധർമ്മസങ്കടം യുണൈറ്റഡ് നേഷൻസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബന്ദികളെ ഇപ്പം 100-ലേറെ ബന്ദികളുണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേൽ സേന ഒരു ടണലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ 6 പേരെ പെട്ടെന്ന് വെടിവെച്ച് കൊന്നതായിട്ട് അവിടെ കിടക്കുന്നത് കാണുന്നു. അപ്പോൾ അതിന് ഏതാണ്ട് 2 ദിവസം മുമ്പ് ഒരാളെ അവിടുന്ന് മോചിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ബന്ദികളുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഈ നെതന്യാഹു ശ്രമിക്കുന്നില്ല എന്ന ആവശ്യം പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു, തൊഴിലാളി സംഘടനകൾ ഒരു ദിവസം ബന്ദ് സംഘടിപ്പിക്കുന്നു. അപ്പോൾ വലിയൊരു പ്രഷർ, വലിയ സമ്മർദ്ദത്തിന് അടിമപ്പെടുകയാണോ നെതന്യാഹു? നെതന്യാഹു വലിയ സമ്മർദ്ദത്തിലാണ്, എന്താ സംശയം? നെതന്യാഹുവിനെതിരെ അഴിമതി കേസുണ്ട്, കോടതി വിധിയുണ്ട്. നെതന്യാഹുവിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് വലിയ പ്രകടനം നടന്നു. നെതന്യാഹു രാജിവെക്കുമായിരുന്നു സാധാരണഗതിയിൽ. ആ സമയത്താണ് ഇവർ കൊണ്ടുപോയിട്ട് ഈ പടക്കം പൊട്ടിക്കുന്നത്, ഹമാസ്. അതുകൊണ്ടാണ് നെതന്യാഹുവിന് എക്സ്റ്റെൻഡഡ് ലൈഫ് കിട്ടിയത്. അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ സർക്കാരിൻ്റെ പതനം ആസന്നമായിരുന്നു ഓൾമോസ്റ്റ്, അവിടുത്തെ കോടതിയുടെ ജഡ്ജ്മെൻറ്റും ഒക്കെ വെച്ചിട്ട്. ഇത് ഹമാസിൻ്റെ ആക്രമണം വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു, ശരി, കോടതി വിധിയും സംഗതിയൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളൊരു നാഷണൽ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ട് തിരിച്ചടിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴും അങ്ങനെയല്ല, ഹമാസ് പറഞ്ഞു തന്ന ടേംസ് അനുസരിച്ച് കീഴടങ്ങി ബന്ദികളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അവർ പ്രകടനം നടത്തുന്നുണ്ട്. അതൊന്നും പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഒന്ന്, നെതന്യാഹുവിൻ്റെ ആത്മവിശ്വാസം നോക്കുന്നു. ഈ അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യുന്ന ആൾക്കാർ അഴിമതിക്കാരനാണ്, അതുകൊണ്ട് രാജിവെക്കണമെന്ന് പറഞ്ഞുള്ള ജാഥ, ബന്ദികളെ വിട്ടുകൊടുക്കാനായിട്ട് കീഴടങ്ങി ആണെങ്കിലും ശ്രമിക്കണമെന്നുള്ള ജാഥ, ഇതെല്ലാം നെതന്യാഹു ഈ യുദ്ധസമയത്ത് അംഗീകരിക്കുന്നു. ശരി, അവർ ജാഥ നടത്തട്ടെ എന്ന് പറയുന്നു. സമാധാനപരമായിട്ട് ജാഥ നടക്കുന്നു. നമ്മുടെ നാട്ടിലാണ് നടക്കുക. നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിലുള്ളപ്പോൾ പാകിസ്ഥാൻ പറയുന്ന ടേംസിൽ അങ്ങ് വിട്ടുകൊടുത്ത് തീർക്ക് എന്ന് പറഞ്ഞൊരു ജാഥ ന്യൂഡൽഹിയിൽ നമ്മൾ അനുവദിക്കുമോ? ഇല്ല. പക്ഷേ നെതന്യാഹു അതും അംഗീകരിച്ചു. ശരി, നടക്കട്ടെ, കുറച്ച് പേർക്ക് ആഗ്രഹമുണ്ട്, ഓക്കെ, നിങ്ങൾ ഡെമോൺസ്ട്രേഷൻ നടത്തിക്കൊള്ളൂ. ഇത് ആ രാജ്യത്തിൻ്റെയും നെതന്യാഹുവിൻ്റെ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ഈ ക്രിട്ടിക്കൽ സമയത്ത് പോലും തനിക്കെതിരെയുള്ള പ്രകടനത്തിന് അനുവാദം കൊടുത്ത ആളാണ് നെതന്യാഹു. അതൊരു ജനാധിപത്യ മര്യാദയല്ലേ? അസാമാന്യമായ ആത്മവിശ്വാസമില്ലേ? മറ്റൊരു രാജ്യത്തും ഇത് നടക്കില്ല. അമേരിക്ക വേറൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അമേരിക്കയ്ക്കെതിരെ അമേരിക്കയിൽ ഒരു പ്രകടനം നടത്താൻ അമേരിക്ക സമ്മതിക്കുമോ? ഇല്ല, ഒരു രാജ്യവും ഇന്നുവരെ സമ്മതിച്ചിട്ടില്ല. ബട്ട് അതും നെതന്യാഹു സമ്മതിച്ചു. കാരണം ഇസ്രായേലിലെ ഓരോ പൗരനും ഒരു പട്ടാളക്കാരനും കൂടെയാണ്. അവന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, അത് പ്രകടിപ്പിക്കാൻ അവസരം കിട്ടിയാൽ അവൻ പ്രകടിപ്പിക്കും, ബട്ട് അവൻ രാഷ്ട്രത്തിൻ്റെ കൂടെ നിൽക്കും. ഇതാണ് ഇസ്രായേലിൻ്റെ സ്ട്രക്ചർ. ഇപ്പം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ
ബെഞ്ചമിൻ നെതന്യാഹു പിന്മാറുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ ഈ ജോ ബൈഡനൊക്കെ പറയുന്ന പോലെ, അതായത് ഈ ബന്ദികളുടെ മോചനത്തിന് വേണ്ടിയിട്ട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഈ പോളിയോ കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു 3 ദിവസത്തേക്ക് വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞപ്പോൾ 9 മണിക്കൂറത്തേക്ക് വെടിനിർത്താൻ നെതന്യാഹു തയ്യാറായി. പക്ഷേ ആ സമയത്ത് ഒഴിച്ച് ബാക്കിയുള്ള സമയത്ത് വീണ്ടും അക്രമം നടന്നപ്പോൾ 10-13 പേരെ കഴിഞ്ഞ ദിവസവും ഇസ്രയേൽ വെടിവെച്ച് കൊന്നു. അപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു ക്രൂരനായ പ്രധാനമന്ത്രിയാണെന്നുള്ള ഒരു ഇമേജാണ് ലോകത്തിന് മുന്നിൽ അദ്ദേഹം പകർന്നു നൽകുന്നത്. അല്ല, ലോകത്തിൻ്റെ ഇമേജ് അവർ വകവയ്ക്കുന്നില്ല. ഇസ്രായേൽ ലോകം എന്ത് പറയുന്നു നോക്കിയിട്ടല്ല അവർ, ഇസ്രായേലിന് ആവശ്യം എന്താ അത് നോക്കിയാണ് അവർ പെരുമാറുന്നത്. ലോകത്തിൻ്റെ ഇമേജ്, ലോകം തോന്നിവാസം പലതും ഒക്കെ പറയും. അത് കണ്ടിട്ടൊന്നും ഇസ്രായേൽ കുലുങ്ങുമൊന്നുമില്ല. ഇമേജ് മോശമാണ്, ഇമേജ് മോശം, ആർക്ക് വേണം എൻ്റെ അഭിപ്രായം. ഇതാണ് ഇസ്രായേലിൻ്റെ പണ്ട് മുതലേയുള്ള നിലപാട്. അവർ നേരത്തെ യുദ്ധം ചെയ്യുമ്പോൾ ഇതുപോലെ ആൾക്കാർ പറയും നിങ്ങൾ ക്രൂരന്മാരാണ്, വാർ ക്രൈം നടത്തുന്നവരാണ്, അതാണ് വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ച് പോടാ, എനിക്ക് തോന്നിയത് ഞാൻ ഉപയോഗിക്കുന്നു, ഞാൻ നിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഇതാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ അവർ ഇതിന് പണ്ടേ ഭസ്മമായി പോയനെ. ഈ പഞ്ചലവാങ്കം വർത്താനമൊക്കെ കേൾക്കാൻ നിന്നിരുന്നെങ്കിൽ അവർക്ക് നിലനിൽപ്പുണ്ടാകുമായിരുന്നില്ല. ഈ ഗാസ ഈജിപ്റ്റ് ഇടനാഴിയിലൂടെ ആയുധങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇപ്പോഴും ഹമാസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രയേൽ ഈ വെടിനിർത്താത്തതുകൊണ്ടാണ് നടക്കാത്തത്. അതുകൊണ്ട് ആ ഒരു വഴി എന്നേക്കുമായി ഇസ്രയേൽ അടയ്ക്കുമോ? എന്നേക്കുമായിട്ട് അടയ്ക്കുമെന്ന് ചോദിച്ചാൽ 3 ഗേറ്റാണ് ഉള്ളത്. 2 ഗേറ്റ് ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലാണ്, അതിൽ ഇസ്രായേലിൻ്റെ നിയന്ത്രണം ഇല്ല. അതിൻ്റെ ഇപ്പുറത്ത് വെടിയൊക്കെ വയ്ക്കുക എന്നുള്ളതല്ല, അത് ഗേറ്റ് തുറക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈജിപ്റ്റാണ്. അപ്പോൾ ഈജിപ്തിൻ്റെ തന്ത്രം പോലെ ഇരിക്കും ആ ഭാഗം. അപ്പോൾ എന്തായാലും ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും നിൽക്കില്ല, ഉണ്ടാവില്ല. നമുക്ക് എന്താ സംഭവിക്കുന്നത് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.